ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് നല്ലൊരു കിഡിലൻ PDF എഡിറ്റർ ഒന്ന് പരിചയപ്പെടുത്താമോ എന്ന്. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരുപാട് എഡിറ്റിംഗ് ടൂളുകളുള്ള ഒരു അടിപൊളി PDF എഡിറ്റർ ആണ്. ഇത് തികച്ചും ഫ്രീ ആണ്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയതായി കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ഇനി നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഇതിന്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താലും ഞങ്ങളുടെ സൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ഹിയർ ടു ഡൗൺലോഡ് ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാണാം, ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണും. ഇവിടെ നിങ്ങൾക്ക് മുകളിൽ തന്നെ ഗാലറിയിലുള്ള എല്ലാ ഫയലുകളും കാണാൻ സാധിക്കും. താഴെ ഒരുപാട് ടൂളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഫയൽസ് എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഇന്റർണൽ സ്റ്റോറേജ്, അതുപോലെ തന്നെ ഡൗൺലോഡ്സ്, ആ ഫയലുകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ടൂൾസ് എന്ന ഭാഗം നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. അവിടെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാട് ടൂളുകൾ. അതായത് PDF നിങ്ങൾക്ക് എന്തൊക്കെ രൂപത്തിൽ എഡിറ്റ് ചെയ്യാൻ സാധിക്കും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് എഡിറ്റിംഗ് ടൂളുകളാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഓരോന്നോരോന്നും വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് കൂടും വീഡിയോക്ക്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ ഇവിടെ ഉള്ളത് സ്കാനറാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് താഴെ നിങ്ങൾക്ക് സ്കാനറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. ഇവിടെ ക്യാമറയുടെ പെർമിഷൻ കൊടുക്കണം. ക്യാമറ ഓപ്പൺ ചെയ്തിട്ട് വൈൽ യൂസിങ് ദ ആപ്പ് എന്ന ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ഓപ്പൺ ആക്കും. നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ഫയൽ ഇവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ ഗാലറി, ഇവിടെ ഗാലറി ഉണ്ട്, ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ സെറ്റിംഗ്സിൻ്റെ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതേ ഉള്ളൂ. ഇവിടെ ഡാർക്ക് മോഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. ഇവിടെ ടൂൾസ് എന്ന ഭാഗം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫയൽ എഡിറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ PDF to JPG എന്ന ഈ ഒരു ഭാഗം ഞാൻ സെലക്ട് ചെയ്യണം. ഓക്കെ, സെലക്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ ഫയൽ എവിടെയാണുള്ളത്, ഇന്റർണൽ സ്റ്റോറേജിലാണോ അതോ ഡൗൺലോഡ്സിലാണോ എവിടെയാണുള്ളത് അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇന്റർണൽ സ്റ്റോറേജ് സെലക്ട് ചെയ്തു. ഇതിൽ എവിടെയാണ് നിങ്ങളുടെ ഫയൽ ഉള്ളത് അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ ഇതിൽ നിന്നും ഒരു ഫയൽ, ഇവിടെ ഈ ബ്ലറായി കാണുന്ന ഫയലുകളൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. അതൊന്നും PDF ഫയൽ അല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചത്. PDF ഫയൽ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ നമ്മുടെ എഡിറ്റിംഗ് ഓപ്ഷൻ വന്നു കഴിഞ്ഞു. പേജസ് ടു JPG ആ ഭാഗം തന്നെയാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. എക്സ്ട്രാക്ട് ഇമേജ് അതൊന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. താഴെ കാണുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, PDF to JPG, അത് സെലക്ട് ചെയ്താൽ ഉടനെ തന്നെ ആ രൂപത്തിൽ, നമ്മൾ ഏത് രൂപത്തിലാണ് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ കൺവേർട്ട് ആയി കഴിഞ്ഞു. ഓക്കെ, ഇതുപോലെ നമുക്ക് ഏത് ഫയലും ഇവിടെ ഗോ ടു ഫയൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒന്നും ചെയ്യാനില്ല, നോ താങ്ക്സ് കൊടുത്താൽ മതി. ഓക്കെ, ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ആദ്യം നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലും അതുപോലെ തന്നെ കൺവേർട്ട് ആയിട്ടുള്ള ഫയലും രണ്ടും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് ആ ഫയൽ കാണാനും സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ചെയ്യാനും മറ്റുമുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye.